കൗമാരപ്രായക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന ഇന്ന് സഹപാഠിയുടെ ജീവനെടുക്കുന്നതിൽ വരെ എത്തി നിൽക്കുന്നു. താമരശ്ശേരിയിൽ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ടത് തലയോട്ടി തകർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടികൾ ചെയ്യുന്ന ചെറിയ മിസ്ബിഹേവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയലൻസ് കൊണ്ടാണ് മുതിർന്നവർ വരെ നേരിടുന്നത്. എന്താണ് ചുറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ യുവാക്കളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആ സോഷ്യൽ മീഡിയയിലും ബാഡ് ഇമ്പാക്റ്റുകളെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. കുട്ടികൾക്ക് കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പേരൻസോ മറ്റാരെങ്കിലോ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. കുട്ടികൾ വേറൊന്നിനും എൻഗേജ്ഡ് ആവുന്നില്ല. നാട്ടിലുള്ള പൊതുസ്ഥലങ്ങളിൽ കളിക്കാൻ കുട്ടികൾ പോകുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്താകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലമുറ കൂട്ടിയ സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം. ഇപ്പോൾ ഇറങ്ങിയ കുറേ പടങ്ങളായിട്ടുള്ള തല്ലുമാല പോലുള്ള കുറേ പടങ്ങൾ കാണുന്ന സമയത്ത് എന്തൊക്കെയായാലും ഒരു വയലൻസ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും തന്നെയാണ്. ഇപ്പോൾ മാർക്ക് തന്നെയാണ് പല പറയുന്നത്, ഞാൻ രക്തം കൊണ്ട് കുളിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചെറിയ മക്കൾ കേട്ട് കണ്ടു വളർന്ന് വരുന്ന സംഭവങ്ങളാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടി ഇത് പിന്നെ OTT ആവും. പിന്നെ നമ്മൾ ടെലഗ്രാമിൽ ഈ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഇവർ കാണുന്നുണ്ടല്ലോ. സിനിമകളിൽ നല്ല കാര്യങ്ങളുണ്ട്, അത് എന്തുകൊണ്ട് കുട്ടികൾ അനുകരിക്കുന്നില്ല? കൊമേഴ്ഷ്യലൈസേഷൻ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ പണം മാത്രം ഉദ്ദേശമുണ്ട് സാംസ്കാരിക മാറ്റത്തിന് പകരമായിട്ട് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ പോലും ലഹരികളെ ഹൈപ്പായി കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത്. ഒന്നും വേണ്ട, ഇവിടെ നൈറ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു 12 മണിക്ക് 1 മണിക്ക് ശേഷം ഇവിടെ ഈ പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. പല കാര്യങ്ങളും ഡ്രഗ്സ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും. 8ാം ക്ലാസ് കുട്ടിക്ക് 9ാം ക്ലാസ് കുട്ടിക്കൊക്കെ ഈ സാധനം കിട്ടുന്നുണ്ട്. അതിന് എന്താണ് ഒരു ഇതുമില്ല, പൈസ ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും, എന്തും കിട്ടും. ഇവിടുന്ന് ഒരു അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കലാപത്തിനൊക്കെ മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹീറോയിസം എന്ന നിലയ്ക്ക് കാണപ്പെടുന്ന സ്ഥിതി യുവതലമുറയ്ക്കകത്ത് വലിയ തോതിൽ കണ്ടുവരുന്നുണ്ട്. ഓരതില് ഇപ്പം എന്താ പറയുക, ലൈഫ് എന്ന് പറയുന്നത് എൻജോയ്മെന്റ് ആണ്. 4 തല്ലും പിന്നെ 4-5 ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ, നല്ല നല്ല ബൈക്ക് ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് എന്താ പറയുക കുറച്ച് അടിപൊളിയാണ്. ആ ലെവലാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചിന്താഗതി പോകുന്നത്. ഇപ്പോൾ ഏത് സിനിമയിലായാലും രണ്ടാളെ തല്ലി കുറച്ച് ബിൽഡപ്പ് കിട്ടി നിൽക്കുന്ന ആളാണ് ഹീറോ. വില്ലനായാലും ഇപ്പോൾ ഭയങ്കര ഹീറോ എന്ന ലെവലാണ്. ഇപ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു ജനറേഷനെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് അതൊരു ഫൂളിഷ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചെന്താമരയൊക്കെ 2K കിഡ്സ് ആയതുകൊണ്ടല്ലോ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. നിയമത്തിന് എന്തൊരു വാല്യൂ ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോഷ്യൽ മീഡിയ വഴി തന്നെ പോസിറ്റീവ് ഇഞ്ചക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങളെ ട്രെൻഡിനൊപ്പം ആളുകൾ എന്ത് ട്രെൻഡാണെങ്കിൽ ലൈക്ക് അടിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾക്ക് യുവാക്കൾക്കിടയിലുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്നത് ആസ്വദിക്കാൻ പോലും കുട്ടികൾ തയ്യാറാവുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലെ 30 സെക്കൻഡ് ബുദ്ധിയായിട്ട് കുട്ടികൾ വളരുന്ന സ്ഥിതിയിലേക്ക് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്.